ആൽക്കെയിൻസിന്റെ അടുത്ത കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് പറയുന്നത് എലിമിനേഷൻ റിയാക്ഷൻസ്. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻസിനെ പറ്റി പഠിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് ഹാലോ ആൽക്കെയിൻസിന്റെ കൂടുതൽ കാര്യങ്ങളൊന്ന് പഠിക്കാം. ഇവിടെ ഒരു ഹാലോ ആൽക്കെയിൻ ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ബ്രോമിൻ എന്ന് പറയുന്ന ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹാലോ ആൽക്കെയിൻ ആണിത്. ഇവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ ആൽഫ കാർബൺ എന്ന് വിളിക്കാം. തൊട്ട് അടുത്ത പൊസിഷനിലുള്ള കാർബണിനെ ബീറ്റ കാർബൺ എന്ന് വിളിക്കാം. ഇത്തരത്തിൽ ബീറ്റ കാർബണിലും അതോടൊപ്പം തന്നെ ബീറ്റ ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ടുകൾ മാത്രമേ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ കാണിക്കുന്നുള്ളൂ. എന്താണ് ഈ എലിമിനേഷൻ റിയാക്ഷൻ? When a haloalkane with beta hydrogen atom is treated with alcoholic potassium hydroxide or sodium hydroxide, then an alkene is formed. ബീറ്റ പൊസിഷനിൽ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു ഹാലോ ആൽക്കെയിൻ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ ആൽക്കഹോളിക് സോഡിയം ഹൈഡ്രോക്സൈഡോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ആൽക്കീൻ കിട്ടുന്നു. ഈ റിയാക്ഷനെയാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഹാലോ ആൽക്കെയിനെ ഒരു ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യിക്കുന്നു. ആൽക്കഹോളിക് KOHലെ OH- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലാണ് ഇവിടെ ഹാലോ ആൽക്കെയിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. OH- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈല് എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ബീറ്റ കാർബണിലുള്ള ബീറ്റ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബീറ്റ ഹൈഡ്രജനെ OH- അങ്ങ് അബ്സോർബ് ചെയ്യുന്നു, അതിനങ്ങ് എടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള ബീറ്റ കാർബണും ബീറ്റ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ആൽഫ പൊസിഷനിൽ നിന്ന് ഒരു ബ്രോമിൻ അല്ലെങ്കിൽ ഈ ഹാലജൻ ആറ്റം എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ റിയാക്ഷനിൽ ബീറ്റ പൊസിഷനിലുള്ള ഹൈഡ്രജൻ കാരണമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബീറ്റ പൊസിഷനിലുള്ള ഈ ഹൈഡ്രജനാണ് ഈ റിയാക്ഷൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഈ എലിമിനേഷൻ റിയാക്ഷനെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ OH- Hനെ അങ്ങ് അബ്സോർബ് ചെയ്യും, ഈ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്യും, Br എലിമിനേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്? CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ഒരു ആൽക്കീനാണ്. ഈ റിയാക്ഷനെയാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇവിടെ ബീറ്റ പൊസിഷനിലുള്ള ഹൈഡ്രജൻ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനുകളെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നും വിളിക്കാനായിട്ട് സാധിക്കും. ഹാലോ ആൽക്കെയിൻസിൻ്റെ എലിമിനേഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഹാലോ ആൽക്കെയിൻ എലിമിനേഷൻ റിയാക്ഷൻ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ആൽക്കീനാണ് ലഭിക്കുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ചില ഹാലോ ആൽക്കെയിൻസിൽ 2 ബീറ്റ ഹൈഡ്രജൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാലോ ആൽക്കെയിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം CH3, CH2, CH2, CHBr, CH3 എന്ന ഒരു ഹാലോ ആൽക്കെയിനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ ആൽഫ കാർബൺ എന്നും ഈ ഹൈഡ്രജനെ ആൽഫ ഹൈഡ്രജൻ എന്നും പറഞ്ഞാൽ തൊട്ട് അടുത്ത പൊസിഷൻ 2 പൊസിഷൻസ് ബീറ്റ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ 2 ബീറ്റ ഹൈഡ്രജൻസ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ മെയിൻ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു റഷ്യൻ കെമിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ സെയ്റ്റ്സെഫ് ആണ്. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെയാണ് സെയ്റ്റ്സെഫ് റൂൾ എന്ന് വിളിക്കുന്നത്. എന്താണ് സെയ്റ്റ്സെഫ് റൂൾ എന്ന് നോക്കൂ. ഇൻ ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ദ പ്രിഫേർഡ് പ്രൊഡക്റ്റ് ഈസ് ദാറ്റ് ആൽക്കീൻ വിച്ച് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റംസ്. ഹാലോ ആൽക്കെയിൻസിന് ഡീഹൈഡ്രോഹാലജനേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് 2 ഡിഫറെൻ്റ് ആൽക്കീൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് ആൽക്കീനിലാണോ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ 2 വശത്തും കൂടുതൽ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ നോക്കാം, Br എന്ന് പറയുന്ന ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആണിത് അല്ലേ. ഇവിടെ ഈ ബീറ്റ ഹൈഡ്രജൻ ആണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് Pent1ene ആണ്. എന്നാൽ തൊട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് പൊസിഷനിലുള്ള ബീറ്റ ഹൈഡ്രജൻ ആണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് Pent2ene ആണ്.
ഈ രണ്ട് പ്രൊഡക്റ്റും ഒന്ന് നോക്കൂ. സെയ്റ്റ്സ് ഓഫ് റൂൾ പ്രകാരം ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് വശത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതൽ നമ്പർ ഏതാണോ അതാണ് മെയിൻ പ്രൊഡക്റ്റായിട്ട് ആക്ട് ചെയ്യുക. പെൻറ്റ്-1-ൽ ഡബിൾ ബോണ്ട് തൊട്ടടുത്ത പൊസിഷനിൽ, തൊട്ടടുത്ത കാർബൺ ആറ്റത്തിൽ ആകെ CH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സൈഡിൽ CH3 CH2 CH, തൊട്ടപ്പുറ സൈഡിൽ നോക്കൂ CH CH3. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ്. അതിനാൽ പെൻറ്റ്-2-ൻ ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. നിയർലി 81% ഉണ്ടാകുന്നത് പെൻറ്റ്-2-നും ഓൺലി 19% ഉണ്ടാകുന്നത് പെൻറ്റ്-1-നും ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഹാലോ ആൽക്കെയ്ൻസിൻ്റെ എലിമിനേഷൻ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.